അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وجعلنا نومكم سباتا وجعلنا الليل لباسا وجعلنا النهار معاشا وجعلنا നാം ആക്കുകയും ചെയ്തു നൗമകും നിങ്ങളുടെ ഉറക്കത്തെ സുബാതൻ ഒരു വിശ്രമം. നിങ്ങളുടെ ഉറക്കത്തെ നാം നിങ്ങൾക്ക് ഒരു വിശ്രമമാക്കുകയും ചെയ്തിരിക്കുന്നു. വജഅൽന നാം ആക്കുകയും ചെയ്തു അല്ലൈല രാത്രിയെ ലിബാസൻ ഒരു വസ്ത്രം. രാത്രിയെ നിങ്ങൾക്ക് നാം ഒരു വസ്ത്രവും ആക്കിയിരിക്കുന്നു. വജഅൽന നാം ആക്കുകയും ചെയ്തു അന്നഹാറ പകലിനെ മആശൻ ഉപജീവനം അന്വേഷിക്കുന്നത്, അതായത് ജീവസന്ധാരണ വേള. പകലിനെ നാം ജീവിത സന്ധാരണ വേളയും ആക്കിയിരിക്കുന്നു. സൂറത്തുൻ നബഇലെ 6-ാമത്തെ ആയത്ത് മുതൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങളെ കുറിച്ചാണ് വിവരിക്കുന്നത്. അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള മഹത്തായ ഒരു അനുഗ്രഹമാണ് ഉറക്കം. ഉറക്കം നഷ്ടപ്പെടുമ്പോഴാണ് അതിന്റെ മഹത്വം എത്രത്തോളമുണ്ട് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയുന്നത്. പല അസുഖങ്ങൾ കാരണം ഉറക്കം നഷ്ടപ്പെടാറുണ്ട്. ഒരു ദിവസം ഉറങ്ങാതിരുന്നാൽ തന്നെ നമുക്ക് വല്ലാത്ത ക്ഷീണം അനുഭവപ്പെടാറുണ്ട്. കുറച്ച് ദിവസങ്ങൾ അതുപോലെ നമുക്ക് ഉറക്കം നഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ? ശാരീരികമായും മാനസികമായും ഒരുപാട് പ്രയാസങ്ങൾ അതുമൂലം നമുക്കുണ്ടാകും. അതുപോലുള്ള പ്രയാസങ്ങളൊന്നും ഉണ്ടാകാതെ നമ്മുടെ ശരീരത്തിനും മനസ്സിനും ഓരോ ദിവസവും നവോന്മേഷം നമുക്ക് ലഭിക്കുന്നു. ഇതിന്റെ കാരണം നമുക്ക് ലഭിക്കുന്ന വിശ്രമമായിട്ടുള്ള ഉറക്കമാണ്. ഉറക്കം നമ്മുടെ ശരീരത്തിന് വിശ്രമം നൽകുന്നു, അതുപോലെ തന്നെ മനസ്സിനും വിശ്രമം നൽകുന്നു. ഉറങ്ങുന്ന സമയത്ത് നമുക്ക് ചുറ്റും നടക്കുന്നതൊന്നും നമ്മൾ അറിയുന്നില്ല. മരണത്തിന്റെ ഒരു അവസ്ഥാഭേദം തന്നെയാണ് ഉറക്കം എന്ന് പറയാം. ഓരോ ദിവസവും ഉറക്കിൽ നിന്നും നമ്മെ എഴുന്നേൽപ്പിക്കുന്നത് ആരാണ്? കാരുണ്യവാനായ റബ്ബാണ്. ആ റബ്ബിന്റെ കാരുണ്യമില്ലായിരുന്നെങ്കിൽ ഉറക്കമെന്ന മരണത്തിൽ നിന്നും നമുക്ക് ഉണരാൻ സാധിക്കില്ല. ഓരോ ദിവസവും ഊർജ്ജസ്വലരായിരിക്കാൻ ഉറക്കം നമ്മെ സഹായിക്കുന്നു. മെലറ്റോനിൻ എന്ന ഹോർമോണാണ് ഉറക്കത്തെ നിയന്ത്രിക്കുന്നത്. ഈ ഹോർമോൺ രാത്രിയിൽ കൂടുതലായി ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. രാത്രിയെ ഒരു വസ്ത്രമാക്കുകയും ചെയ്തു. വസ്ത്രം നമ്മുടെ ശരീരത്തെ മൂടുന്നു. അതുപോലെ ഭൂമിയെ ഇരുട്ടെന്ന വസ്ത്രം കൊണ്ട് മൂടി നമുക്ക് ഉറങ്ങാൻ ആവശ്യമായ ശാന്തമായ അന്തരീക്ഷം നൽകുന്നു. നമ്മുടെ വസ്ത്രം ചൂടിൽ നിന്നും തണുപ്പിൽ നിന്നും നമുക്ക് സംരക്ഷണമേകുന്നു. അതുപോലെ തന്നെ രാത്രിയാകുന്ന വസ്ത്രം ഭൂമിയെ അതിന്റെ അന്തരീക്ഷത്തിലെ താപനില നിയന്ത്രിക്കാൻ സഹായിക്കുന്നു. പകൽ സമയം സൂര്യപ്രകാശം ഭൂമിയിൽ പതിക്കുമ്പോൾ അന്തരീക്ഷം ചൂട് പിടിക്കുന്നു. എന്നാൽ രാത്രി എന്ന വസ്ത്രം ഭൂമിയെ മൂടുമ്പോൾ ഭൂമിയുടെ അന്തരീക്ഷം ചുട്ടുപൊള്ളാതെ അതിനെ തണുപ്പിക്കാൻ സഹായിക്കുന്നു. രാത്രിയിലെ ഇരുട്ടും ശാന്തതയും സുഖകരമായ അന്തരീക്ഷവും ഉറക്കത്തെ സഹായിക്കുന്നു.
രാത്രിയെ ഒരു വസ്ത്രം പോലെയാക്കി ഉറക്കമെന്ന വിശ്രമം നൽകി കാരുണ്യവാനായ റബ്ബ് നമുക്കെല്ലാം നൽകിയിരിക്കുന്നത് മഹത്തായ അനുഗ്രഹങ്ങളാണ്. ഓരോ ദിവസവും നവോന്മേഷത്തോടെ ഊർജ്ജസ്വലരായി ഉണർന്നുകൊണ്ട് മനുഷ്യൻ തന്റെ ജീവിതമാർഗം അന്വേഷിക്കുന്നു. ഇതിനു വേണ്ടിയാണ് പകലിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിരിക്കുന്നത്. ജീവിക്കാൻ ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും കാരുണ്യവാനായ റബ്ബ് ഈ ഭൂമിയിൽ നമുക്ക് വേണ്ടി തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്. അള്ളാഹുവിന്റെ ഓരോ അനുഗ്രഹങ്ങളും അനുഭവിക്കുമ്പോൾ ആ റബ്ബിനെ കുറിച്ചുള്ള ചിന്തകൾ വർദ്ധിപ്പിച്ചുകൊണ്ട് ഒരുപാട് ഇഷ്ടത്തോടെ അവനിലേക്ക് അടുക്കാനും ആ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കുന്ന അടിമകളാകാനും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين 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 برحمتك يا أرحم الراحمين. وآخر الدعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.